നമ്മുടെ ഇന്ത്യയുടെ 7 സിസ്റ്റേഴ്സിനെ ചോദിച്ച ഒരുത്തന് നമ്മള് 72 സിസ്റ്റേഴ്സിന് കൊടുത്തു. 72 സിസ്റ്റേഴ്സ് ആണോ? സിസ്റ്റേഴ്സ് അല്ല അല്ലേ? ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ നമ്മള് കൊടുത്തുന്ന് ഞാൻ പറയുന്നില്ല. ഒരു അജ്ഞാതൻ കൊടുത്തു. അജ്ഞാതന്റെ പേര് കരീം എന്നൊക്കെയാണ് പറയുന്നത്. അത് ഇന്ത്യയിലൊക്കെ വന്നു എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മീഡിയ ഫണ്ട് എന്ന ചാനലിലെ കുറച്ച് ചിരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇവന്മാര് ശരിക്കും ചിരിപ്പിച്ച് കൊല്ലും. ഇവന്മാർ ഇത് മഞ്ഞപ്പത്രങ്ങളെ പോലെ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണോ അതോ രാജ്യത്തോടുള്ള വെറുപ്പ് കൊണ്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ അയൽവാസികളും അതിലുപരി വെറും ദുരന്തങ്ങളുമായ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ ഈ മീഡിയ ഫണ്ട് കാണുന്നില്ലേ ആവോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് എന്താ പറയാ, ഇവർ ഓരോ പോസ്റ്ററുകളൊക്കെ അടിച്ചിറക്കുകയാണ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോസ്റ്റർ ഒന്ന് നിങ്ങൾ നോക്കിയേ. ജനലക്ഷങ്ങളുടെ വിട എന്നൊക്കെ പറഞ്ഞ് ഒരുത്തനെ ഗ്ലോറിഫൈ ചെയ്ത് വാഴ്ത്തിപ്പാടി വെച്ചിരിക്കുകയാണ് ഇവർ. ആരാണ് ഈ ഷരീഫ് ഉസ്മാൻ ഹാദി? ഈ പോസ്റ്ററിൽ പറയുന്നത് ഷരീഫ് ഉസ്മാൻ ഹാദി ആരാണ്? ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുള്ള ആളാണോ? ഇന്ത്യയുടെ വല്ല എന്തൊക്കെ പറയാ, ഇന്ത്യക്ക് വലിയ രീതിയിൽ ഉപകാരം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണോ? എന്തിനാണ് നമ്മുടെ നാട്ടിലെ മാധ്യമം ഇയാൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നത്? അതേ ദിവസം അതേ മണ്ണിൽ വെച്ച് അതിക്രൂരമായി കൊല്ലപ്പെട്ട ദീപു ചന്ദ്രദാസ് എന്ന പാവം ചെറുപ്പക്കാരനെ കുറിച്ച് ഇവർക്ക് മിണ്ടാട്ടം മുട്ടിയത് എന്തുകൊണ്ടാണെന്ന് കൂടി പറയണ ഇവരുടെ ഒരു പേജോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ ഞാൻ കണ്ടില്ല. ആ ഒരു വ്യക്തി മരിച്ചതിനെ കുറിച്ച് ഒരു സഹതാപമായിട്ടോ ഒരു രീതിയിലുള്ള കാര്യവും ഞാൻ അവിടെ ആ പേജിൽ ഞാൻ നല്ല രീതിയിൽ തപ്പി കണ്ടില്ല. ഇതിന് പിന്നിൽ വെറും റീച്ച് കിട്ടാനുള്ള മഞ്ഞപ്പിത്രങ്ങളുടെ ഉടായ്പ പരിപാടിയാണോ അതോ ഇന്ത്യ എന്ന നമ്മുടെ നാടിനോടുള്ള ഒരു വെറുപ്പാണോ? നമുക്കറിയില്ല. എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോന്നായി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ചാനലിൽ ഇതുപോലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അതുപോലെ ഹൈപ്പ് ഒന്ന് തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. ആദ്യം നമുക്ക് ഈ ഹീറോ പരിവേഷം കിട്ടി അല്ലെങ്കിൽ നൽകപ്പെട്ട ഷരീഫ് ഉസ്മാൻ ഹാദിയെ കുറിച്ച് സംസാരിക്കാം. ആരാണ് ഇവൻ? ബംഗ്ലാദേശിലെ ഇൻഗുലാബ് മഞ്ച് എന്ന സംഘടനയുടെ നേതാവായിരുന്നു ഇയാൾ. ഈ പേരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും വലിയ എന്തോ സംഭവമാണെന്ന്, വലിയൊരു വിപ്ലവകാരിയാണെന്നൊക്കെ തോന്നും. എന്നാൽ ഇയാളുടെയും ഇയാളുടെ സംഘടനയുടെയും പ്രധാന അജണ്ട എന്തായിരുന്നു എന്ന് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് വെറുതെ തെരഞ്ഞു നോക്കിയാൽ കാര്യം മനസ്സിലാകും. ഇന്ത്യയുടെ അഖണ്ഡതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നൊരു സ്വപ്നം കൊണ്ട് നടന്ന വിഷമാണ് ഈ ഹാദി. അവന്റെ നാട്ടുകാർക്ക് അവൻ ദൈവമായിരിക്കും, പക്ഷെ നമുക്ക് അങ്ങനെ ആവേണ്ട കാര്യമില്ലല്ലോ. ഇയാൾ പല വേദികളിലും പ്രസംഗിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളായ നമ്മൾ 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന അസം, മണിപ്പൂർ, മേഘാലയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇന്ത്യയിൽ നിന്ന് വെട്ടിമാറ്റി ബംഗ്ലാദേശിനോടൊപ്പം ചേർക്കണമെന്നാണ്. വെറും വാക്കുകൊണ്ടുള്ള ഭീഷണി മാത്രമല്ല, ഇവർ ഇതിനായി ഭൂപടങ്ങൾ വരെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചിരിക്കുകയാണ്. 1947 വിഭജനത്തെയോ 1971 അതിർത്തികളെയോ അംഗീകരിക്കാൻ ഇവൻ തയ്യാറല്ല. ഇന്ത്യയുടെ സിലിഗുരി കോറിഡോർ അല്ലെങ്കിൽ ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്ന ആ ഇടുങ്ങിയ ഒരു സ്ഥലം ബ്ലോക്ക് ചെയ്ത് വടക്കിഴക്കൻ ഇന്ത്യയെ മെയിൻലാൻഡിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യയിലെ വിഘടനവാദികൾക്ക് ആയുധവും സഹായവും നൽകുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയ ഒരു വ്യക്തിയെയാണ് നമ്മുടെ നാട്ടിലെ ഈ ഒരു ഫൺ ചാനൽ എന്ന് അവരെ വിളിക്കാൻ പറ്റുള്ളൂ, കോമഡി ചാനൽ പോലെയുള്ള വാർത്താ ചാനലുകൾ ജനലക്ഷങ്ങളുടെ നായകൻ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ആഹ്വാനം ചെയ്ത ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അതിൽ ഇത്രയധികം ദുഃഖിക്കാൻ ഈ മീഡിയ ഫണ്ടിന് എന്താണ് ഇത്ര താല്പര്യം? ഈ പ്രത്യേക താല്പര്യം എന്തിനാണ്? പേ പിടിച്ച പട്ടികളെ നമ്മൾ എന്താണ് ചെയ്യുക? തല്ലിക്കൊല്ലും. അതുപോലെ തന്നെയാണ് ഈ ഹാദിക്കും സംഭവിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു കാര്യവുമില്ലാതെ ഇന്ത്യയെ കയറി ചൊറിഞ്ഞു, ഏതോ ഒരു അജ്ഞാതൻ കയറി പണിഞ്ഞു. അജ്ഞാതൻ എന്തായാലും വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഒരു അജ്ഞാതനാണ് ഈ ഹാദിയുടെ കാര്യവും തീർത്തത്. കരീം എന്നൊക്കെയാണ് പേര് പറയുന്നത്. ഇന്ത്യയിലേക്ക് വന്നു എന്നൊക്കെയാണ് ഈ ബംഗ്ലാദേശികൾ ആരോപിക്കുന്നത്. ഈ ഹാദിക്ക് വെടിയേൽക്കുന്ന അതേ സമയത്താണ് ബംഗ്ലാദേശിലെ മൈമൻ സിംഗിൽ മറ്റൊരു ക്രൂരത നടക്കുന്നത്. ദീപു ചന്ദ്രദാസ് വെറും 27 വയസ്സും മാത്രം പ്രായമുള്ള ഒരു ഗാർമെന്റ് ഫാക്ടറിയിലെ ജോലി ചെയ്തിരുന്ന സാധാരണക്കാരനായ ഒരു ഹിന്ദു യുവാവ്. അവനെ എന്തിനാണ് കൊന്നതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചക നിന്ദ നടത്തിയെന്ന് ആരോപിച്ചിട്ടാണ് ഈ പേപ്പട്ടികൾ അയാളെ തല്ലിക്കൊന്നത്. പക്ഷേ സത്യം എന്തായിരുന്നു? ബംഗ്ലാദേശിലെ പോലീസ് തന്നെ പിന്നീട് കണ്ടെത്തിയത് ദീപുവിന്റെ ഫോണിലോ ഫേസ്ബുക്കിലോ അങ്ങനെ ഒരു പോസ്റ്റും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. കൂടെ ജോലി ചെയ്യുന്ന ആരോ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച ഒരു കള്ളക്കഥയായിരുന്നു അത്. അഥവാ ഇങ്ങനെ നിന്ദ നടത്തിയെന്ന് തന്നെ വിചാരിക്കുക. അവരുടെ രാജ്യത്തിനെ ഒരു മതരാജ്യമാണ്, സ്വാഭാവികമായിട്ടും അവർക്ക് ശിക്ഷിക്കാൻ, നിയമം മൂലം ശിക്ഷിക്കാനുള്ള അധികാരം ഉണ്ടാവുമായിരിക്കും. മതരാജ്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഏകാധിപത്യമാണല്ലോ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൊല്ലാനുള്ള അധികാരം എന്താണ്? ആഫ്റ്റർ ഓൾ ഒരു മതനിന്ദ നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ കൊല്ലാനുള്ള അധികാരം എന്താണ്? അതും ഇത്ര ക്രൂരമായിട്ട്. അത് ചെയ്തിട്ടില്ല എന്ന് തെളിയുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രവൃത്തി അയാൾ ചെയ്തിട്ടില്ല എന്ന് തെളിയുകയും ചെയ്തു. പക്ഷേ ആ ആൾക്കൂട്ടം അത് കേൾക്കാൻ നിന്നില്ല എന്നതാണ് സത്യം. പോലീസിന്റെ കയ്യിൽ നിന്ന് പോലും അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. പോലീസ് നോക്കി നിൽക്കുകയാണ്. അതിക്രൂരമായി തല്ലിച്ചയച്ചു. എന്നിട്ടും കലി തീരാതെ ജീവനോടെയാണോ മരിച്ചതിന് ശേഷമാണോ എന്നറിയില്ല, ആ ശരീരത്തിൽ
മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞു എന്നതാണ് സത്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. നിരപരാധിയായ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുന്നു, എന്നിട്ട് ആ കത്തിക്കരിഞ്ഞ മൃതദേഹം ഹൈവേയിൽ വലിച്ചെറിയുന്നു. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ ക്രൂരത നടന്നത് ഹാദിയുടെ മരണവാർത്ത നടന്ന അതേ ദിവസങ്ങളിലാണ്. എന്നിട്ടും ഹാദിക്ക് വേണ്ടി പോസ്റ്റർ ഇറക്കിയ ഈ കോമഡി മാപ്ര ദീപുവിന് വേണ്ടി ഒരു വരി വാർത്തയെങ്കിലും കാര്യമായി എഴുതി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാൻ കുറെ പരതിയെന്നാണ് ദീപുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ്. ആ കത്തിക്കരിഞ്ഞ ശരീരത്തിന്റെ ചിത്രം വെച്ച് വിട എന്ന് പറയാൻ ഇവർക്ക് നാവ് പൊങ്ങിയിട്ടുണ്ടോ? അതുമില്ല. അതുപോലെ പേപ്പട്ടികൾ പാവം മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു എന്ന് പറയാൻ ഇവർക്ക് സാധിച്ചോ? അതൊന്നും ഇവർ ചെയ്തില്ല. കാരണം ദീപുവിന്റെ പേര് അവരുടെ അജണ്ടയ്ക്ക് ചേർന്നതല്ല. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്, എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് വെറും ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടി മഞ്ഞപ്പത്രങ്ങൾ ചെയ്യുന്ന പരിപാടിയാണോ? അതോ രാജ്യവിരുദ്ധതയാണോ? നമുക്ക് ഇതിനെ രണ്ട് രീതിയിലായിട്ട് കാണാം. ഒന്ന്, റീച്ച് എന്ന അസുഖം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിക്കാണ് മാർക്കറ്റ് കൂടുതലുള്ളത്. ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന ഒരുത്തനെ സപ്പോർട്ട് ചെയ്താൽ സ്വാഭാവികമായും രാജ്യസ്നേഹമുള്ളവർ അതിനെതിരെ കമന്റ് ഇടാനും പ്രതികരിക്കാനും വരും. ആ കമന്റുകളും തെറിവിളികളും പോലും ഇവർക്ക് വരുമാനമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. മലയാളികൾ പ്രത്യേകിച്ച് ഇത്തരം വാർത്തകളോട് വൈകാരികമായി പ്രതികരിക്കുന്നവർ ഇവർക്ക് നല്ലൊരു ഇര തന്നെയാണ്. രാജ്യസ്നേഹികൾ ഇങ്ങോട്ട് വരട്ടെ, അവരുടെ വികാരം മുതലെടുത്ത് നമുക്ക് കാശുണ്ടാക്കാമെന്ന ചീപ്പ് തന്ത്രം ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കാം. മഞ്ഞപത്രങ്ങൾ പണ്ടേ ചെയ്യുന്ന പരിപാടിയാണിത്. എന്നാൽ ഇത് വെറും ഒരു റീച്ചിന്റെ മാത്രം പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് സംശയിക്കാൻ ബലമായ പല കാരണങ്ങളുമുണ്ട്. കാരണം ഇത് ആദ്യത്തെ സംഭവമല്ല. പലപ്പോഴും ദേശവിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നവർക്ക് അമിത പ്രാധാന്യം നൽകുന്ന ഒരു പാറ്റേൺ നമുക്ക് കാണാം. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന കാശ്മീർ വിഷയത്തിലായാലും വടക്കുകിഴക്കൻ വിഷയത്തിലായാലും ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് ഇവർ നൽകുന്ന സ്പേസ് വളരെ വലുതാണ്. ഹാദിയെ പോലെ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ആഹ്വാനം ചെയ്ത ഒരാളെ രക്തസാക്ഷിയാക്കുമ്പോൾ അത് നമ്മുടെ ജവാന്മാരോടും ഈ രാജ്യത്തോടും ചെയ്യുന്ന വലിയൊരു ക്രൂരത തന്നെയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ത്യ എന്ന വികാരത്തോട് അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തോട് ഒരു തരം അസ്തഹിഷ്ണുത അവർ വെച്ചു പുലർത്തുന്നുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റ്. ഈ ഹാദിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന നരകയാതന കാണാതെ പോകുന്നത് യാദൃച്ഛികമല്ല. ക്ഷേത്രങ്ങൾ തകർക്കുന്നു, വീടുകൾ കത്തിക്കുന്നു, സ്ത്രീകളെ ഉപദ്രവിക്കുന്നു. ഇതൊന്നും ഇവർക്ക് വലിയ വാർത്തയല്ല. പക്ഷേ ഈ തീവ്രവാദ ചിന്താഗതിയുള്ള നേതാവ് മരിച്ചാൽ അത് ഇവർക്ക് ആഘോഷമാണ്. ഈ സെലക്റ്റീവ് ജേർണലിസം അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതികരണം അത് കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് സംശയിക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല. ബംഗ്ലാദേശിലെ അസ്ഥിരതയെ മുതലെടുത്ത് ഇവിടെ കേരളത്തിലും വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ഭയപ്പെടുന്നു. ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകം വെറും ഒരു കൊലപാതകമല്ല, അതൊരു സന്ദേശമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ രക്ഷയില്ല എന്ന സന്ദേശം. ആ സത്യം മറച്ചുവെക്കാൻ വേണ്ടി ഹാദിയുടെ മരണത്തെ ഇവർ ഇത്രമേൽ കൊട്ടിയാഘോഷിക്കുകയാണ്. ഇവർ പറയുന്നതനുസരിച്ച് നിങ്ങളൊന്ന് നോക്കിയേ, ഈ ഒരു വിപ്ലവകാരി ബംഗ്ലാദേശിൽ മരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ മറുവശത്ത് ദീപുവിന്റെ നിലവിളി ആരും കേൾക്കാതെ പോകുന്നതാണ് സത്യം. മാധ്യമപ്രവർത്തനം എന്നത് സത്യം പറയലാണ്, അല്ലാതെ തീവ്രവാദികളെ വെള്ളപൂശലല്ല. നമ്മുടെ അയൽപ്പക്കത്ത് ഇന്ത്യയുടെ ശത്രുക്കൾ വളരുമ്പോൾ അവരെ സ്തുതിക്കുന്നവർ വീടിനകത്ത് തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് കൂടുതൽ ഭയപ്പെടേണ്ടത്? ഈ വാർത്തകൾ കാണുമ്പോൾ സാധാരണക്കാർ ചിന്തിക്കുന്നത്, ഓ ഇതൊക്കെ അവിടെ നടക്കുന്നതല്ലേ എന്നാണ്. പക്ഷേ ഹാദി പ്രസംഗിച്ചത് ഇന്ത്യയിലെ 7 സിസ്റ്റേഴ്സിനെ കുറിച്ചാണ് എന്ന് ഓർക്കണം. നമ്മുടെ മണ്ണ് കവർന്നെടുക്കുവാൻ ആഗ്രഹിച്ചവനാണ് അവൻ. അവനെയാണ് ഇവിടെ ഇവർ ഹീറോ ആക്കുന്നത്. ഇത് തിരിച്ചറിയാനുള്ള വിവേകം മലയാളികൾ കാണിക്കുക തന്നെ വേണം. വെറുതെ സ്ക്രോൾ ചെയ്ത് പോകാതെ ഇത്തരം വാർത്തകൾക്ക് പിന്നിലെ വിഷം തിരിച്ചറിയണം. റീച്ച് കിട്ടാൻ വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഇത്തരം മാധ്യമ സംസ്കാരത്തെ നമ്മൾ ചോദ്യം ചെയ്യണം. ദീപുവിനെ പോലെയുള്ളവർക്ക് നീതി കിട്ടാൻ വേണ്ടിയെങ്കിലും നമ്മൾ ശബ്ദമുയർത്താം. അവസാനമായി ഒരു കാര്യം കൂടി പറയുകയാണ്. വിമർശനം എന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന, രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന ആളുകളെ മഹത്വവൽക്കരിക്കുന്നത് ജനാധിപത്യമല്ല, അത് രാജ്യദ്രോഹത്തിന് തുല്യമായ മാനസികാവസ്ഥ തന്നെയാണ്. അത് റീച്ച് കിട്ടാൻ വേണ്ടിയാണെങ്കിലും രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയാണെങ്കിലും അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഷരീഫ് ഉസ്മാൻ ഹാദി ഇന്ത്യയുടെ ശത്രുവായിരുന്നു. ദീപു ചന്ദ്രദാസ് വർഗീയതയുടെ ഇരയായിരുന്നു. ഈ രണ്ട് സത്യങ്ങളും മറച്ചുവെച്ച് ഹാദിയെ ഹീറോയും ദീപുവിനെ ഒന്നുമല്ലാത്തവനുമാക്കുന്ന ഈ മാധ്യമതന്ത്രം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും നമ്മൾ കണ്ണു തുറന്നേ മതിയാകൂ.